ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ കള്ളൻ വിജയൻ വിവാദത്തിൽ എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി സമകാലിക മലയാളം റിപ്പോർട്ട് ചെയ്യുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാത്തതിൽ മാധ്യമങ്ങളെ അതറിയിച്ച് വിവാദം ഉണ്ടാക്കിയെന്നും കാണിച്ചാണ് നോട്ടീസ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. സംഭവത്തിൽ കാരണം വിശദീകരിക്കണമെന്നാണ് വാരാന്ത്യ പതിപ്പ് എഡിറ്റർ അജയന് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ അനുസ്മരണം ഉൾപ്പെടുത്തിയുള്ള വാരാന്ത്യ പതിപ്പിലാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു നാടക കലാകാരനെ കുറിച്ചുള്ള ലേഖനവും ഇടം പിടിച്ചത്. ഈ തലക്കെട്ട് പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടി ട്രോളർമാർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കുമെന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ സ്റ്റാഫുകളുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. തുടർന്ന് വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്യുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങളാലാണ് വാരാന്ത്യ പതിപ്പ് വിതരണം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതെന്നും കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം ദേശാഭിമാനി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും എഡിറ്റർ M സ്വരാജ് വിശദീകരിച്ചിരുന്നു. ലേഖകൻ എഴുതി നൽകിയ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ലേഖനം ആ തലക്കെട്ട് മാറ്റുക പോലും ചെയ്യാതെ അച്ചടിക്കാനായി പ്രസ്സിലേക്ക് വിട്ടുവന്നതാണ് അജയൻ ചെയ്ത ഒരു കുറ്റം. അതാണ് അജയനെതിരെയുള്ള ആക്ഷേപം. അത് പുറത്തറിയിച്ചത് രണ്ടാമത്തെ കുറ്റം. അതേസമയം കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകൻ പറഞ്ഞത് തന്നെപ്പറ്റി ദേശാഭിമാനി ലേഖകൻ വിവരങ്ങൾ ചോദിച്ചിരുന്നുവെന്നും ഫോട്ടോ കൊടുത്തിരുന്നുവെന്നുമൊക്കെയാണ്. വാരാന്ത്യ പതിപ്പിൽ അത് അച്ചടിച്ചു വരുമെന്ന് പറയുകയും ചെയ്തിരുന്നു അത്രേ. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് വിജയൻ ഇത് പറഞ്ഞത്. തൻ്റെ പേര് ഈ വിധം വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും വിജയൻ കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ ഈ വിജയന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയായി. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വലിയ പെരുന്നാൾ വന്നാലും ചെറിയ പെരുന്നാൾ വന്നാലും കിടക്കപ്പുറതി ഇല്ലാത്തത് പിണറായിക്ക. ഇനിയെങ്കിലും ആ പാവത്തിനെ ഒന്ന് വെറുതെ വിട്ടുകൂടെ?